98% അവർ സക്സസ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വരാൻ പോകുന്ന തലമുറയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിനെ വെറും മണ്ണാക്കി മാറ്റാനുള്ള ആ ഒരു യജ്ഞത്തിൽ അവർ സക്സസ് ആയി കഴിഞ്ഞിരിക്കുന്നു. 98%. അത് ഗവൺമെന്റ് കൂട്ടുനിന്നു, ഇവിടുത്തെ വലിയ വലിയ ബിസിനസ് ആൾക്കാർ കൂട്ടുനിന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ജുഡീഷ്യറി കൂട്ടുനിന്നു. ഇത് എല്ലാവർക്കും അവരിട്ട് കൊടുത്ത് പട്ടിക്ക് ബിസ്ക്കറ്റ് ഇടുന്ന പോലെ ഡോളർ ഇട്ട് കൊടുത്തു. പക്ഷെ അവർക്ക് പോലും അറിയില്ല ആ ഇട്ട് കൊടുക്കുന്ന ഡോളർ തന്നെ ആ പട്ടികളെ തിരിച്ചു കടിക്കുമെന്ന്. അപ്പൊ വേറൊന്നുമല്ല, നമ്മുടെ വരുന്ന തലമുറകളെല്ലാവരും ഇപ്പോ ഹെൽത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. ജനിച്ചു വീഴുന്ന കുഞ്ഞിനുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മ ഓർക്കും അവർക്കല്ലേ ഇവർക്കല്ലേ, നാളെ നിങ്ങൾക്കും വരും അത്. കാരണം നിങ്ങളുടെ സെമനും നിങ്ങളുടെ ഓവം ഇതെല്ലാം പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാന്നല്ലേ, വേറൊന്നുമല്ല, പ്രാണവായുവിൽ അവർ വിഷം കലർത്തുന്നു. ഓക്കെ, ഇതാരും തടയുന്നില്ല. തടയാൻ ആളില്ലാണ്ടല്ല, തടയുന്നില്ല. തടഞ്ഞാൽ അവരുടെ ആ ഒരു പ്ലാൻ നടക്കില്ല. അതോടൊപ്പം വെള്ളം, ക്ലോറിൻ അടങ്ങിയ വെള്ളം, അല്ലെ വിഷമടങ്ങിയ വെള്ളം, ആ വെള്ളം പ്ലാസ്റ്റിക് കണ്ടെയ്നർ കൊണ്ടുവന്ന് അങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക് ഓയിൽ മിക്സ് ചെയ്യിക്കുന്നു. അത് വെയിലത്തൂടി കൊണ്ടുവരുന്നു. ഇതെല്ലാം ടാറ്റിക്സ് ആണ്. ഓക്കെ, വെയിലത്തൂടി കൊണ്ടുവരുന്നു. ആ ഒരു ലോ പ്ലാസ്റ്റിക് ആ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ആയി ആ ഒരു വെള്ളം കുടിക്കുന്നു. അതോടൊപ്പം തന്നെ പെപ്സി, കൊക്കക്കോള, ഫാൻറ്റ, ഇതെല്ലാത്തിലുള്ള വിഷമടങ്ങിയ കാര്യങ്ങളെല്ലാം. അതാ ഞാൻ പറഞ്ഞ എലികളാണ്. ഇതെല്ലാം കുടിച്ച പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇതെല്ലാം കുടിക്കുന്നു. കാരണം വി ആർ പ്രോഗ്രാംഡ് ലൈക്ക് ദം. അതായത് മീഡിയ അല്ലേ. അപ്പോ ഇതെല്ലാം എല്ലാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിനി വരാൻ പോകുന്ന തലമുറ ഈ ഒരു രീതിയിലത്തെ കുഞ്ഞുങ്ങളായിരിക്കും. അതായത് അവരുടെ സ്കിന്ന്, അവരുടെ ശരീരം, അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് സെർബൽ സ്പൈനൽ ഫ്ലൂയിഡിൽ എന്നും നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റാത്ത വിധത്തിൽ ആ ഒരു രീതിയിലാക്കി കഴിയുമ്പോൾ അവർ സക്സസ് ആവും. അതോടൊപ്പം ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഇനി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് സംസാരിക്കുന്നത് പോലും നമുക്ക് നാണക്കേടായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. കാരണം അവർ ആ ഒരു ഫാക്ട് മനസ്സിലാക്കി. പക്ഷെ ആ ഒരു ഫാക്ട് അവർ നമ്മളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും സക്സസ് ആവില്ല അവർ. കാരണം വേറൊന്നുമല്ല, ഇവര് 1947 പോയിട്ടുണ്ടെങ്കിലും വിഭജിച്ച് ഭരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്, അതായത് ഡിവൈഡ് ആൻഡ് റൂൾ. ഇവിടെ ഉള്ളത് ഇന്ത്യക്കാരല്ല, ഇവിടെ ഉള്ളത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതോടൊപ്പം തന്നെ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, പഠനമില്ലാത്തവരുണ്ട്, പഠിപ്പില്ലാത്തവരുണ്ട്, അതോടൊപ്പം തന്നെ പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, തമിഴന്മാരുണ്ട്, ആന്ധ്രക്കാരുണ്ട്, മലയാളികളുണ്ട്. ഇതെല്ലാം അവരുടെ പ്ലാൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ പ്ലാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവര് പറയുന്നത് വിശ്വസിക്കൂ. അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിക്കും, അല്ലെങ്കിൽ ഗാസയിൽ ഒരു സിറ്റുവേഷൻ വരും. കാരണം ഇവിടെ പ്രാണവായു അല്ലെ, അത് നമ്മൾ പ്രാണവായു പണം കൊടുത്ത് മേടിച്ചു അല്ലെ. അലോപ്പതിയിൽ മാത്രമേ ഓക്സിജൻ നമ്മുടെ പണ്ട് ഇവരില്ലാത്ത സമയത്തൊന്നും ഒരു യാതൊരു ഓക്സിജനോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പൊ വെള്ളം നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്നു അല്ലെ. ഭൂമിയുടെ അടിയിൽ നിന്ന് നിസ്സാരമായിട്ട് കിട്ടുന്ന വെള്ളം നമ്മൾ ഭൂമിയിൽ നിന്നും പണം കൊടുത്ത് മേടിക്കുന്നു അല്ലെ. അതും ക്ലോറിൻ ഉപയോഗിച്ച വെള്ളം, മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയ വെള്ളം. അപ്പോൾ ഇതെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച വളരെ വളരെ വലുതാണ്. നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മുടെ യങ്സ്റ്റേഴ്സിന് എല്ലാവരും മയക്കുമരുന്ന് കൊടുത്തു മയക്കി കടത്തുന്നു, കുറെ പേര് രാജ്യം പിടിപ്പിച്ചു, അവിടെ പോയി അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ പ്ലേ ആണ്. ഓക്കെ, അപ്പൊ ഈ പ്ലേ ഇനി നിർത്തിയില്ലെങ്കിൽ നമ്മൾ നരകിക്കും.